ആലപ്പുഴ അരൂക്കുറ്റിയിൽ ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഹലോ സന്ദേശം അയച്ചതിന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അരൂക്കുറ്റി സ്വദേശി ജിബിൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി കേസുകളിൽ പ്രതിയായ പ്രഭജിത്ത്, സുഹൃത്ത് സിന്തൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ജിബിന്റെ സഹോദരൻ ലിബിൻ പറഞ്ഞു. സംഭവത്തിൽ പൂച്ചാക്കൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, എന്താണ് സംഭവിച്ചത്? ശരണ്യ, കേൾക്കാമോ? ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഹലോ എന്ന സന്ദേശം അയക്കുകയും തുടർന്ന് അരൂക്കുറ്റി സ്വദേശി ജിബിന് ക്രൂരമായി മർദ്ദനമേൽക്കുകയുമായിരുന്നു. കാപ്പ കേസിലെ പ്രതിയാണ് ഈ മർദ്ദിച്ചവരിൽ ഒരാളായ പ്രഭജിത്ത് എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജിബിൻ ചികിത്സയിലാണ്. പ്രഭജിത്തും സുഹൃത്ത് സിന്തലും ചേർന്നാണ് ഈ മർദ്ദനം നടത്തിയതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒപ്പം സഹോദരന്റെ മൊഴിയും അങ്ങനെ തന്നെയാണ്. സംഭവത്തിൽ പൂച്ചാക്കൽ പോലീസാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു ഗുണ്ട, അതായത് കാപ്പ കേസിൽ പെട്ട ഒരു ഗുണ്ടയുടെ പെൺസുഹൃത്തിനാണ് ഇത്തരത്തിലൊരു സന്ദേശം ചെന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ആലപ്പുഴയെ നടക്കുന്ന മറ്റൊരു മർദ്ദന സംഭവമായി കൂടി ഇത് മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അല്പസമയത്തിനകം എന്ന് വേണം കരുതാൻ. ശരണ്യ, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പൂച്ചാക്കൽ സ്വദേശി ലിബിനാണ് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റത്. ഇയാളുടെ സുഹൃത്തായ പ്രഭിജിത്ത് നാളുടെ പെൺസുഹൃത്തിന് സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളാണ് പിന്നീട് ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായൊരു മർദ്ദനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പൂച്ചാക്കൽ പോലീസ് ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ്. അതായത് പൂച്ചാക്കൽ സ്വദേശി തന്നെയായ പ്രഭിജിത്തിന്റെ സുഹൃത്തുമാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ ഈ ലിബിൻ പ്രഭിജിത്തിന്റെ പെൺസുഹൃത്തിന് ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയ വഴി മെസ്സേജ് അയച്ചു. അതായത് ഹായ് എന്നുള്ള ഒരു സന്ദേശം അയച്ചു. ഇതിൽ പ്രകോപിതനായതിനെ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി പൂച്ചക്കൽ പാലത്തിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ലിബിനെയാണ് പിന്നീട് തട്ടിക്കൊണ്ടുപോയത്. ഇയാളെ അവിടെ വെച്ച് കാറിൽ വെച്ച് മർദ്ദിച്ചു. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ചേർത്തല ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് റെഫർ ചെയ്താണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വാരിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഈ മർദ്ദനത്തിൽ വാരിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ ശരീരം ആസകലം ക്ഷതവുമുണ്ട്. പൂച്ചക്കൽ പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം നടത്തുകയാണ്. ഇവർ ഒളിവിലാണ് എന്നുള്ളതാണ് പൂച്ചക്കൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രഭിജിത്ത് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുമാണ് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. ഒപ്പം ഇവരെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ, നവമാധ്യമത്തിലൂടെ ഒരു മെസ്സേജ് അയച്ച വിഷയത്തിനകത്താണ് ഇത്രയധികം ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു യുവാവിനെ ഇന്നലെ രാത്രി പൂച്ചക്കൽ പാലത്തിൽ ഇയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ കാറുകൊണ്ട് വാഹനം ചവിട്ടിയിട്ട് ഇവരെ കയറ്റിക്കൊണ്ട് പോയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാറിൽ വെച്ച് ലിബിനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാറിൽ വെച്ച് ലിബിനെ മർദ്ദിച്ചു. അതിനുശേഷം പിന്നീട് ആണ് ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ ഒരു വീട്ടിൽ കൊണ്ടുപോയി അവിടെയും ക്രൂരമായി മർദ്ദിച്ചത്. ചവിട്ടേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വാരിയലിന്റെ ഭാഗത്താണ് ഒടിവുള്ളത്. അത് അത്തരത്തിൽ ഗുരുതരമായ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ ഗുരുതരമായ മർദ്ദനമായിരുന്നു ലിബിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. ശ്വാസകോശത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ വിവരങ്ങൾ പങ്കുവച്ചത് പൂച്ചാക്കൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. പൂച്ചാക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.